നല്ല ഉപദേശമല്ലേ? പോലീസിനെ കുറിച്ച് ഉപദേശം കൊടുക്കാൻ എം വി ജയരാജനേക്കാൾ കൊള്ളുന്നൊരുത്തൻ ഈ രാജ്യത്താര? പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരന്റെ ഭാര്യക്കും അമ്മയ്ക്കുമൊക്കെ പച്ചയിൽ തെറി വിളിച്ച് സംസാരിക്കുന്ന എം വി ജയരാജൻ പോലീസ് സേനയുടെ ഉപദേശകനാകണം. പോലീസ് സ്റ്റേഷൻ SIയെ പിടിച്ചു വലിച്ചു പുറത്തിട്ട് CPM തടവുകാരെ ഇറക്കിക്കൊണ്ടുപോയ എം വി ജയരാജൻ ഇവിടെ പോലീസ് സേനയ്ക്ക് ഉപദേശം നൽകാൻ അദ്ദേഹത്തിന്റെ അഡ്വൈസറാണ്. എത്ര അഡ്വൈസർ? 7. ഇപ്പോഴാ ആക്ക് മനസ്സിലായത് ഈ പിണറായിക്ക് ഇരട്ടച്ചങ്ക് പോയിട്ട് ഒറ്റച്ചങ്കുമില്ല. ഇങ്ങനെ ഒരു നിസ്സഹായനായ ഒരു മുഖ്യമന്ത്രിയെ ഈ സംസ്ഥാനം കണ്ടിട്ടില്ല. ഒരു ഭരണത്തിന്റെ ട്രാക്കിലേക്ക് ഈ സംസ്ഥാനം പോയിട്ടില്ല. 1 വർഷം കഴിഞ്ഞു, ഫയലുകൾ നീങ്ങുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, 2017 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ഡൽഹിയിൽ പരേഡ് നടക്കുമ്പോ കേരളത്തിലെ പോലീസിലെ നല്ല സേവനമനുഷ്ഠിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവാർഡ് കിട്ടാറുണ്ട്, അവാർഡ് കൊടുക്കാറുണ്ട്. ഇക്കുറി അതിന്റെ അവാർഡിന്റെ ലിസ്റ്റ് പോലും തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിൽ പോയിട്ടില്ല. എന്തുകൊണ്ട്? IASകാർ നിസ്സഹകരിച്ചു. പോലീസിലെ ഒരു വിഭാഗം നിസ്സഹകരിച്ചു. IASകാർ പൂർണ്ണമായും നിസ്സഹകരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥന്മാരൊന്നുമില്ലാതെ, ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ഒന്നുമില്ലാതെ ഒരു സംസ്ഥാനം ഭരിക്കാൻ പിണറായി വിജയനെ പോലത്തെ 100 പിണറായി വിചാരിച്ചാൽ 1 ഇഞ്ച് ഗവൺമെന്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കോ? നിങ്ങൾ പരിശോധിക്കണം. മണിയും മൂന്നാറും ഒരുപാട് പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഡീന്ന് പറയുന്നതാണ് നല്ലത്. നാട്ടുകാരനാണ്, നല്ല ബന്ധുവാണ് മണിയുമായിട്ട്. ഇദ്ദേഹം പറയുന്നത് അമേരിക്ക ഇടപെട്ടുന്ന മണിയും പിണറായി ഉണ്ടെങ്കിൽ എന്തിനിടെ അമേരിക്ക തനിയെ ഇത് വീണോളും ഈ സർക്കാർ. ജനങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കാൻ ഈ സർക്കാരിന് സാധിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം നിങ്ങളുടെയൊക്കെ മനസ്സിലില്ലേ? സുതാര്യതയുടെ കാലമല്ലേ? എന്തുമാത്രം സുതാര്യത! നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉമ്മൻചാണ്ടിയെ കാണാനോ? ഉമ്മൻചാണ്ടിയെ ആർക്കും പോയി കാണാം. കക്കൂസിന്റെ അകത്തിരിക്കുമ്പോൾ പുറത്ത് ആള് കഥകളെ മുട്ടും. ഞാൻ പുതുപ്പള്ളി ചാക്കോച്ചനാ, ഇതാ കൊച്ചാത്തദ്ദേഹം ഉത്തരം പറയും. എന്റെ മോഡൽ അഡ്മിഷൻ വേണം, അവിടെ ആർക്കിയോട് പറഞ്ഞിട്ട് പോകും. ആർക്കിയോട് പറയും, ആർക്കെ സീറ്റ് വാങ്ങിക്കൊടുക്കും. ഇത് മനുഷ്യമുഖമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നിങ്ങളിപ്പോ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് പോണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പരിസരവും അദ്ദേഹത്തിന്റെ വീടും പരിസരവും കാണണം. കാക്ക പോലും പറക്കൂല. ഒരു നക്കി പൂച്ച ഓഫീസിലോ വീട്ടിലോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഉമ്മൻചാണ്ടിയാം മുറിക്കകത്തിരിക്കുമ്പോ ലോകത്തെ മുഴുവൻ ആളുകൾക്കും ഉമ്മൻചാണ്ടി ആരോട് സംസാരിക്കുന്നു, എന്ത് ചെയ്യുന്നു, ഏത് ഫയൽ എടുക്കുന്നു, ഏത് കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്, ലോകത്തെ മുഴുവൻ ആളുകൾക്കും കാണാൻ ക്യാമറയുടെ സംവിധാനമുണ്ട്, ഇല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതിനപ്പുറത്ത് ഒരു സുതാര്യത ഉണ്ടാക്കാൻ ഒരു പൊതുപ്രവർത്തകൻ, ഒരു ഭരണാധികാരി എന്തു ചെയ്യണം? പിണറായി വിജയനോ രഹസ്യത്തിന്റെ കലവറയാണ്. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ പോലും പത്രക്കാരോട് പറയില്ലെന്ന് ശഠിച്ചൊരു മുഖ്യമന്ത്രി ജനാധിപത്യ യുഗത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടോ? ക്യാബിനറ്റ് തീരുമാനം ജനങ്ങളെ അറിയിക്കാൻ പാടില്ല. അത്രയും നിഗൂഢത വെച്ച് പുറത്തുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ന് കേരളം ഭരിക്കുമ്പോ കഴിഞ്ഞുപോയ ഒരു സുവർണ കാലഘട്ടം നിങ്ങളെയൊക്കെ മനസ്സിന്റെ അകത്തുണ്ടാകും. കാരുണ്യ, ബെനവലൻ സ്കീം, കോക്ലിയർ ഇംപ്ലാന്റേഷൻ, ഹൃദയ ശസ്ത്രക്രിയ, സഞ്ജീവിനി, എന്തെല്ലാം സ്കീമുകൾ മനുഷ്യന് വേണ്ടി മനുഷ്യമുഖമുള്ള പദ്ധതികൾ ഉണ്ടാക്കി മനുഷ്യ മനസ്സിൽ ജീവിച്ചൊരു മുഖ്യമന്ത്രിയുടെ നാടിൽ ഇതെല്ലാം എടുത്തു മാറ്റി കാരുണ്യന്റെ വഴിക്ക് പോയി, കോക്ലിയറിന്റെ വഴിക്ക് പോയി. ഇതെല്ലാം
മുത്തലാക്കി, സൗജന്യ മെഡിസിൻ പോയി, കുട്ടികളുടെ ചികിത്സാ സൗകര്യം പോയി, അമ്മമാരുടെ ഗർഭിണിമാരുടെ ചികിത്സാ സൗകര്യം പോയി, എല്ലാം പോയി. വില വർദ്ധിച്ച് കുതിച്ചു പോകുന്നു. ഒരു മിണ്ടാട്ടമില്ല. ക്രമസമാധാനം തകരുന്നു. ഒരു ഉത്തരമില്ല. ആരാ നിന്റെ DGP എന്ന് ചോദിച്ചാൽ ഒഴിഞ്ഞു പോകുന്ന ഗതികെട്ടൊരു മുഖ്യമന്ത്രി ഈ കേരളം ഭരിക്കുന്നു. ഈ നാട് ലജ്ജിച്ച് തലതാട്ടണ്ടേ? ആട്ടണ്ടേ? ഈ സർക്കാരിന്റെ അകത്ത് ഘടകകക്ഷിയായി നിൽക്കുന്ന CPI പരസ്യമായി വിമർശിക്കുന്നു. കാനൻ രാജേന്ദ്രൻ പറഞ്ഞത് ഒരു മുതലാളിത്ത ഭാവ പിണറായിക്കുന്നു. ഞങ്ങളൊക്കെ എന്നോ പറയുന്നു ഇദ്ദേഹം ധിക്കാരിയാണ്, ഇദ്ദേഹം അഹങ്കാരിയാണ്, ഇദ്ദേഹം ഫാസിസ്റ്റാണ്, ഇദ്ദേഹം നല്ല കൊലകൾ ആസൂത്രണം ചെയ്യുന്ന നല്ല പ്ലാനറാണ്. ആ പിണറായിയെ ഞങ്ങളൊക്കെ പറയുമ്പോ ദക്ഷിണ കേരളത്തിലെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കണ്ണൂരിലെ കൊലപാതകത്തിന്റെ CPM-ന്റെ വൈകൃതങ്ങളെ കുറിച്ചൊക്കെ നിയമസഭയിൽ പ്രസംഗിക്കും. വെട്ടിമുറിച്ചിട്ടാൽ വയറ് കീറി വയറിന്റെ അകത്ത് മണ്ണ് വാരിയിടുന്ന കൊലപാതക ട്രൂപ്പുണ്ട്. കാല് വെട്ടാൻ പ്രത്യേക ഗ്രൂപ്പാ, കൈവെട്ടി തെറിക്കാൻ വേറെ ഗ്രൂപ്പാ, കൊല്ലാൻ വേറെ ഗ്രൂപ്പാ. ഇവരെല്ലാം പരിയാരം മെഡിക്കൽ കോളേജിലും ദിനേശ് വീട് കമ്പനിയിലും കമ്പനിയിൽ ജോലി ചെയ്യണ്ട. കൊന്നിങ്ങനെ നടക്കും. കൊന്നാൽ കേസ് ലോക്കൽ നേതാക്കന്മാർ, ലോക്കൽ പ്രവർത്തകന്മാരുടെ കഴുത്തിലിടും. എന്റെ വീട്ടിൽ പന്ന്യന്നൂർ ചന്ദ്രൻ കൊലക്കേസിൽ പ്രതിയായ ഒരു അധ്യാപകൻ എന്റെ വീട്ടിൽ വന്നു. CPM അധ്യാപകൻ. അദ്ദേഹം എന്നൊക്കെ വന്നിട്ട് പറഞ്ഞത്, അയാൾ പറഞ്ഞു ഞാൻ CPM, ഞാൻ അധ്യാപകനാണ്, ഞാൻ ചന്ദ്രൻ കൊലക്കേസിൽ പ്രതിയാണ്, 11ാമത്തെ പ്രതി. പിന്നെ അത് പറയാനും അദ്ദേഹം വിതുമ്പി സംസാരിക്കാൻ സാധിക്കാതെ ഏങ്ങലടിച്ച് അദ്ദേഹം പൊട്ടിക്കഴിയാം. എനിക്കൊന്നും പിടികിട്ടിയില്ല. ഞാൻ മാഷ 2 ഷോൾഡർ പിടിച്ച് പുലിഗിരി പറഞ്ഞു, മാഷ സംഗതി പറ, എന്താ പ്രശ്നം? സർ, മനസാ വാച കർമ്മണ എനിക്കതിൽ പങ്കില്ല. എന്റെ കൊച്ചുമോൾ വികലാംഗിയ, എന്റെ ഭാര്യ രോഗിയ, എന്റെ അമ്മ അസുഖം വന്ന് കിടക്കുക, ഒരു മോനാണ് ഞാൻ. എന്റെ കേസിലെ പ്രതിയാക്കിയിരിക്കുന്നു. ഞാൻ റിമാൻഡ് കഴിഞ്ഞ പുറത്തിറങ്ങിയത്. ഞാൻ പ്രതിയല്ല സർ. എന്നെ രക്ഷിക്കാൻ സാറിന് സാധിക്കോ? എന്നെ രക്ഷിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ട ഒരു അധ്യാപകന്റെ ദീനവിരാമം എന്റെ കർമ്മഫലങ്ങളിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ട്. അങ്ങനെ എത്ര പാവപ്പെട്ടവൻ ജയിലിൽ കിടക്കുന്നു. കുറ്റം ചെയ്തിട്ടല്ല, കുറ്റം ചെയ്യുന്നവൻ കൊല നടത്തി ഈ രാജ്യത്ത് വികരിച്ച് നടക്കുക. അവന് സംരക്ഷണം പാർട്ടിയാ, അവന് ശമ്പളം പാർട്ടി സ്ഥാപനത്തില, അവന്റെ പണി കൊല്ലും കൊലയുമ, അവന്റെ പണി കൊള്ളയടിക്കല പാർട്ടിയാണ്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ പിണറായി വിജയന്റെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് അവകാശം എന്ന് ഒരു നിമിഷം നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? അതുകൊണ്ട് പിണറായി വിജയന്റെ ഭരണത്തിൽ നിങ്ങളേറെയൊന്നും പ്രതീക്ഷിക്കണ്ട. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ശരിയാക്കി അദ്ദേഹം പോകും. ഗോവിന്ദൻ 2 മന്ത്രിമാർ രാജിവെച്ചപ്പോഴും പിണറായി വിജയൻ കക്ഷി ചേർന്നില്ല. പക്ഷേ മണിയുടെ കാര്യം വന്നപ്പോ അദ്ദേഹം മണിക്ക് വേണ്ടി വാചാരനായി. എന്താ വിജയന്റെ രാഷ്ട്രീയ ലക്ഷ്യം? മണിയുടെ മൂന്നാർ സംഭവത്തിൽ മൂന്നാറിലെ കയ്യേറ്റ ഭൂമിയുടെ ഒരു പിൻകാല കഥ ചരിത്രം പുറത്തു വന്നാൽ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇടുക്കി ജില്ലയിൽ ഉണ്ടാവില്ല.
അത്രയേറെ സ്ഥലങ്ങൾ CPM നേതാക്കന്മാരുടെ പേരുകളിൽ കൺവെർട്ട് ചെയ്ത് റവന്യൂ ലാൻഡ് അത് സ്വന്തം ഭൂമിയാക്കി അത് അനുഭവിക്കുകയോ അത് വിൽപ്പന നടത്തുകയോ ചെയ്തിരിക്കുന്നു. എം മണിയുടെ അനുജൻ എംബോധനൻ 240 ഏക്കർ റവന്യൂ ലാൻഡാണ് സ്വന്തമാക്കിയത്. അപ്പോ ഭീകരമായ ഒരു കൊള്ളയുടെ കഥ പുറത്തു വരാതിരിക്കാൻ മണിയെ പിടക്കിക്കൂടാ. മണിയെ പിടക്കിയാൽ അവശേഷിക്കുന്നതും കൈവിട്ടുപോകും എന്ന തോന്നലിലാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാർ. ഞാൻ വാക്കു ചുരുക്കുന്നു. മനുഷ്യത്വമില്ലാത്ത മനുഷ്യമുഖമില്ലാത്തൊരു മുഖ്യമന്ത്രി. 5 വർഷം ഈ രാജ്യത്ത് മനുഷ്യമുഖമുള്ള ഒരു മുഖ്യമന്ത്രിയെ കണ്ട ഈ നാടിൽ തീരുമാനമില്ലാത്ത നിസ്സംഗനായ അതുപോലെ തന്നെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാത്ത ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് മാറുക. ഇക്കാലത്തിനും അഹങ്കാരത്തിനും അല്പത്തരത്തിനും കൈയും കാലും വെച്ചാൽ അപ്പോ മണിയെ പറഞ്ഞപ്പോ മണിയുടെ വകുപ്പ് പ്രതിഷേധിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, ഈ ഗവൺമെന്റിനെതിരായ ജനവികാരം ആളിക്കത്തുക നാട്ടിൽ. പിണറായി വിജയൻ ഒരുപാട് പ്രശ്നങ്ങളുടെ തടവറയാണ്. പ്രതികരിക്കാൻ സാധിക്കാത്ത മുഖ്യമന്ത്രി. നിയമസഭക്കകത്തൊക്കെ ഒരു മുഖ്യമന്ത്രി ഇത്രയും സംസ്കാരഹീനനാകാൻ പാടുണ്ടോ? ഞാൻ ഉദുമയിൽ തോറ്റപ്പോ, ഇന്നലെ കാസർഗോഡ് പ്രസംഗിച്ചു. ഞാൻ ഉദുമയിൽ തോറ്റപ്പോ എനിക്ക് സത്യത്തിലൊരു സങ്കടം ഉണ്ടായിട്ടില്ല. കണ്ണൂർ തോറ്റയിലാണ് എനിക്ക് സങ്കടം. ഉദുമ നമ്മുടെ റിഷ്വർ സീറ്റ് അല്ലാത്തത് കൊണ്ട് എനിക്ക് സങ്കടമൊന്നും. പക്ഷേ ഞാൻ സങ്കടപ്പെട്ടു ഒരു ദിവസം. അത് നിയമസഭക്കകത്ത് PT തോമസ് ഒരു സബ്മിഷൻ കൊടുത്തപ്പോ അതിന് മറുപടി പറയാൻ പിണറായി വിജയൻ എഴുന്നേറ്റൊരു ഭാവവും രംഗവും ചാനൽ കണ്ട പലർക്കും മനസ്സിലുണ്ടാവും. ആ ചിത്രം പോരുകാള വരുന്ന ഭാവമില്ലേ? പോരുകാള എങ്ങനെയാ വരിക? ഇതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊട്ടിച്ചിട്ട് ഇങ്ങനെ. അതുപോലെ പിണറായി വിജയൻ ഇങ്ങനെ അക്കിത്ത എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റിട്ട് PT-യുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, പോയി പണി നോക്കണോ? അതൊന്നും ഇവിടെ നടക്കൂല, വേറെ പണി നോക്ക് പോയിട്ട്. ഏതായി വേറെ പണി? അത് മണീന്റെ പണിയായിരിക്കും. അത് പിണറായി വിജയൻ പറയാ. പ്രതിപക്ഷ നേതാവ് ചാടി എഴുന്നേറ്റു. അദ്ദേഹം അത് ചോദ്യം ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ഒരു ആക്രോശം, പിണറായി വിജയന്റെ ഒരു ആക്രോശം ഞാൻ കണ്ടു. ഇരിക്കവിടെ ആരോടാ? പ്രതിപക്ഷ നേതാവ്. നിയമസഭാ ചട്ടങ്ങളുടെ വകതിരിവോ വിവരോ ഈ പിണറായിക്കുണ്ടെങ്കിൽ അവനവൻ ഇല്ലാത്ത അധികാരം ദുരുപയോഗം ചെയ്യുമ്പോ അപമാനിക്കപ്പെടും എന്നറിയാനുള്ള മനസ്സ് പിണറായിക്ക് വേണ്ടേ? ഇത് നിയമസഭയാ. അവിടെ ചട്ടങ്ങൾക്കാണ് പ്രസക്തി. അവിടെ നിയമസഭ നിയന്ത്രിക്കേണ്ടുന്നത് മുഖ്യമന്ത്രിയല്ല, സ്പീക്കറാ. ഒരംഗത്തെ കുറിച്ച് പറയുമ്പോ ബഹുമാനപ്പെട്ട അംഗം എന്ന് പറഞ്ഞ് സ്പീക്കറായാലും മുഖ്യമന്ത്രിയായാലും പറയാവും. അത്തരം പരിപാവനമായ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എവിടെയോ മറന്നുപോയ അറിവിന്റെ ഭാണ്ഡം താഴെ വെച്ച് തിരിഞ്ഞു കളിക്കുന്ന അവിവേകികളെ പോലെ നിയമസഭക്കകത്ത് ഒന്നും ആലോചിക്കാതെ സഹജമായ തന്റെ അഹംഭാവവും ധിക്കാരവും പ്രകടിപ്പിച്ച് നിയമസഭയിൽ അദ്ദേഹം ആക്രോശിച്ചപ്പോ എനിക്ക് മനസ്സിൽ ദുഃഖം വന്നു. ഇതിനോട് പ്രതികരിക്കാൻ ഞാൻ അവിടെ ഇല്ലാതെ പോയല്ലോ എന്നതായിരുന്നു എന്റെ ദുഃഖം. അതുകൊണ്ട് ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ ഈ ജാഥ കാലികമായ ദേശീയ പ്രശ്നവും കാലികമായ സംസ്ഥാന പ്രശ്നവും നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ഈ ജാഥ
ഈ ജാഥ കേരളത്തിന്റെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തി മുൻപോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യുവശക്തിയുടെ പോരാട്ടം ഒരുപാട് കണ്ട ഈ കേരളത്തിന്റെ മണ്ണിൽ ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ യൂത്ത് കോൺഗ്രസ് നടത്താൻ പോകുന്ന ഈ പോരാട്ടവും വിജയതിലകമണിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലേക്ക് ഈ മാർച്ചിന്റെ പ്രയാണം ശക്തി പ്രാപിക്കാൻ, പൊതുജന മനസ്സാക്ഷി ഉണർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രീ ഡീൻ കുര്യാക്കോസിന്റെ ഈ കേരള മാർച്ചിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമയം ഇത്തിരി എടുത്തതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. അടുത്തതായി സംസാരിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ